ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച മനുഷ്യനെ എന്തുകൊണ്ട് ദൈവം 10 തലമുറകൾ കഴിഞ്ഞപ്പോൾ ജലപ്രളയത്താൽ നശിപ്പിച്ചു? ക്രിസ്തു അന്ത്യനാളുകളിൽ സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുമ്പോൾ എന്തുകൊണ്ട് നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രൻ്റെ വരവും ആകും എന്ന് പറഞ്ഞു. ഈ വീഡിയോയിലൂടെ നമുക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാം. ഒന്നാമതായി, എന്തുകൊണ്ട് ദൈവം ജലപ്രളയത്താൽ മനുഷ്യനെ നശിപ്പിച്ചു എന്ന് നോക്കാം. അതിനുള്ള 5 കാരണങ്ങളെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. ഒന്നാമതായി, ഹൃദയം തകർക്കുന്ന കാര്യങ്ങളാണ് ജലപ്രളയത്തിന് മുമ്പ് ദൈവം കണ്ടത്. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 6-7 വാക്യങ്ങൾ: താൻ ഭൂമിയിൽ മനുഷ്യനെ ഉണ്ടാക്കുക കൊണ്ട് യഹോവ അനുതപിച്ചു, അത് അവൻ്റെ ഹൃദയത്തിന് ദുഃഖമായി. താൻ സൃഷ്ടിച്ചിട്ടുള്ള മനുഷ്യനെ ഭൂമിയിൽ നിന്ന് നശിപ്പിച്ചു കളയും, മനുഷ്യനെയും മൃഗത്തെയും ഇഴജാതിയെയും ആകാശത്തിലെ പക്ഷികളെയും തന്നെ. അവയെ ഉണ്ടാക്കുക കൊണ്ട് ഞാൻ അനുതപിക്കുന്നു എന്ന് യഹോവ അരുളി ചെയ്തു. രണ്ടാമതായി, ദൈവം ഭൂമിയിൽ വലിയ ദുഷ്ടതയും വഷളത്തരവും അതിക്രമവും കണ്ടു. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 5-11 വാക്യങ്ങൾ: ഭൂമിയിൽ മനുഷ്യൻ്റെ ദുഷ്ടത വലിയതെന്നും അവൻ്റെ ഹൃദയവിചാരങ്ങളുടെ നിരൂപണമൊക്കെയും എല്ലായ്പ്പോഴും ദോഷമുള്ളതത്രേ എന്നും യഹോവ കണ്ടു. എന്നാൽ ഭൂമി ദൈവത്തിൻ്റെ മുമ്പാകെ വഷളായി, ഭൂമി അതിക്രമം കൊണ്ട് നിറഞ്ഞിരുന്നു. 3, ദൈവം അവരുടെ ദുഷ്ടചിന്തകളെ അറിഞ്ഞു. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യം: ഭൂമിയിൽ മനുഷ്യൻ്റെ ദുഷ്ടത വലിയതെന്നും അവൻ്റെ ഹൃദയ വിചാരങ്ങളുടെ നിരൂപണങ്ങളൊക്കെയും എല്ലായ്പ്പോഴും ദോഷമുള്ളതത്രേ എന്നും യഹോവ കണ്ടു. 4, ദൈവകൃപയെ അവഗണിക്കുന്നത് ദൈവം കണ്ടു. എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം: വിശ്വാസത്താൽ നോഹ അതുവരെ കാണാത്തവയെക്കുറിച്ച് അരുളപ്പാടുണ്ടായിട്ട് ഭയഭക്തി പൂണ്ട് തൻ്റെ കുടുംബത്തിൻ്റെ രക്ഷയ്ക്കായിട്ട് ഒരു പെട്ടകം തീർത്തു. അതിനാൽ അവൻ ലോകത്തെ കുറ്റം വിധിച്ചു, വിശ്വാസത്താലുള്ള നീതിക്ക് അവകാശിയായി തീർന്നു. 5, മാനവകുലത്തെ രക്ഷിക്കാനുള്ള ഒരേ ഒരു മാർഗമായി ദൈവം അതിനെ കണ്ടു. 1 പത്രോസിൻ്റെ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 20-ാമത്തെ വാക്യം: ആ പെട്ടകത്തിൽ അല്പജനം എന്ന് വെച്ചാൽ 8 പേർ വെള്ളത്തിൽ കൂടി രക്ഷ പ്രാപിച്ചു. 120 വർഷം ദൈവത്തിൻ്റെ മുന്നറിയിപ്പിൻ ദൂതിനെ നോഹയിലൂടെ ഈ ലോകത്തോട് അറിയിച്ചതിന് ശേഷമാണ് ഈ ലോകത്തെ ജലപ്രളയത്താൽ നശിപ്പിച്ചത്. എന്നാൽ നോഹയും കുടുംബവും പെട്ടകത്തിലൂടെ രക്ഷ പ്രാപിച്ചു. അതുപോലെ ദൈവം ഇന്നും ഈ ലോകത്തോട് മുന്നറിയിപ്പിൻ ദൂതുകളെ പ്രസ്താവിക്കുന്നു. അനുസരിച്ചാൽ രക്ഷ, അവഗണിച്ചാൽ നാശം. എന്നാൽ കൃപയുടെ വാതിൽ അടയുമ്പോൾ ദൈവം ഈ ലോകത്തെ നശിപ്പിക്കും. അതുകൊണ്ട് നമുക്ക് ക്രിസ്തുവിൽ ആശ്രയിച്ച് മുന്നോട്ട് ജീവിക്കാം. അതിനായി ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.